വെൽക്കം ടു Queensvlog. ഒരു വോൾ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡിസൈൻ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടത് കാർബൺ പേപ്പറും പിന്നെ ട്രേസ് ചെയ്യേണ്ട പിക്ചറും. ഫസ്റ്റ് കാർബൺ പേപ്പർ ചുവരിൽ കറക്റ്റ് പൊസിഷനിൽ വയ്ക്കുക. അതിനു മുകളിൽ ട്രേസ് ചെയ്യേണ്ട പിക്ചർ വെച്ച് കറക്റ്റായി നമ്മൾ ട്രേസ് ചെയ്തെടുക്കുക. ആവശ്യമുള്ള ബട്ടർഫ്ലൈസ് നമ്മൾക്ക് ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കളറിംഗ് ആണ്. അതിന് നമുക്ക് ഇഷ്ടമുള്ള കളറിംഗ് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഓരോ ബട്ടർഫ്ലൈക്കും ഓരോ കളേഴ്സാണ് കൊടുക്കുന്നത്. ആദ്യം പർപ്പിളും വൈറ്റും കൂടി എടുത്ത് ഫസ്റ്റ് ബട്ടർഫ്ലൈന് കൊടുക്കും. പിന്നെ റെഡും വൈറ്റും, പിന്നെ ഗ്രീനും വൈറ്റും, പിന്നെ ബ്ലൂവും വൈറ്റും. എങ്ങനെയാണ് ഞാനിവിടെ കളർ ചെയ്തിരിക്കുന്നത്. കളറിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബ്ലാക്ക് ഉപയോഗിച്ച് നമുക്ക് ബോഡി പാർട്ടും പിന്നെ ബട്ടർഫ്ലൈസിൽ കാണുന്ന ഡിസൈൻസും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബ്ലാക്ക് ഉപയോഗിച്ച് എല്ലാ ബട്ടർഫ്ലൈസിലും നമുക്ക് ഡിസൈൻ വരച്ച് കൊടുക്കാം. ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ബട്ടർഫ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ബട്ടർഫ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു 3D എഫക്റ്റ് കൊടുത്ത് അതിനെ നമുക്ക് സ്റ്റെൻസിൽ വേണം. ഈ സ്റ്റെൻസിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു A4 ഷീറ്റ്. A4 ഷീറ്റിനേക്കാളും നല്ലത് ചാർട്ട് പേപ്പറാണ്, കട്ടിക്കൂടി പേപ്പർ. അതിന് മുകളിൽ 2 പേപ്പറുകളിലായി സെയിം അളവിൽ ബട്ടർഫ്ലൈ വരച്ചെടുക്കുക. ഒന്നിൽ ഔട്ടർ ലൈനും മറ്റേതിൽ ഇന്നർ ഡിസൈൻസും വരച്ചെടുക്കുക. വരച്ചു കഴിഞ്ഞാൽ ഡിസൈൻസ് ഇങ്ങനെ ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുക. ഫസ്റ്റ് സ്റ്റെൻസിൽ ശരിയായി. ഇനി സെക്കൻഡ് ഔട്ട്ലൈൻ മാത്രം കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത ഔട്ട്ലൈൻ സ്റ്റെൻസിൽ ചുമരിൽ നല്ല നീറ്റായി ഒട്ടിച്ചു കൊടുക്കുക. ഒരു ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് സ്പോഞ്ച് ഉപയോഗിച്ച് അതിൽ ഡാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു കോട്ട് ചെയ്തതിന് ശേഷം ക്ലിയർ ആയില്ലെങ്കിൽ വീണ്ടും രണ്ടാമത് ചെയ്യുക. A4 ഷീറ്റിനേക്കാളും നല്ലത് ചാർട്ട് പേപ്പറാണ്. A4 ഷീറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പെയിൻ്റെല്ലാം ഉണങ്ങിയതിന് ശേഷം A4 ഷീറ്റ് പതുക്കെ മാറ്റുക. ഈ ഡിസൈന് മുകളിൽ കളർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. രണ്ടാമത്തെ സ്റ്റെൻസിൽ ഈ ഡിസൈന് മുകളിൽ കറക്റ്റായി ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള 2 അക്രിലിക് കളേഴ്സ് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് അതിന് മുകളിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. പെയിൻ്റെല്ലാം ഉണങ്ങിയതിന് ശേഷം പതുക്കെ സ്റ്റെൻസിൽ റിമൂവ് ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ ചെറുതായ ഒരു ഡോട്ട്സും ഷെയ്ഡിങ് കൊടുത്ത് ഒന്നും കൂടി
ഭംഗിയാക്കാം. വൈറ്റ്സ് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് കാണുന്നത് പോലെ എല്ലാ ഡിസൈൻസിൻ്റെ ഉള്ളിലും ചെറുതായൊന്ന് ഷെയ്ഡിങ് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ട് ഷേഡ് കൊടുക്കാം. അതിനായിട്ട് വൈറ്റും കുറച്ച് ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ആഷ് കളർ ഉണ്ടാക്കിയെടുക്കുക. അത് നമുക്ക് ബട്ടർഫ്ലൈയുടെ താഴെയും സൈഡിലായിട്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ 2 തവണയായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ഷാഡോ കിട്ടും. അങ്ങനെ രണ്ടാമത്തെ ബട്ടർഫ്ലൈയും കംപ്ലീറ്റായി. ഇനി നമുക്ക് മൂന്നാമത്തെ ബട്ടർഫ്ലൈ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചുമരിൽ പെൻസിൽ ഉപയോഗിച്ച് ലൈറ്റായിട്ട് ബട്ടർഫ്ലൈ സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കളർ അപ്ലൈ ചെയ്യാണ്. ബ്ലാക്ക് കളർ അതിലേക്ക് വെള്ളവും ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അതുപയോഗിച്ച് ആദ്യം തന്നെ ഞാൻ ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം ബ്ലാക്ക് കളർ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഉള്ളിലും ഫിൽ ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് കോട്ട് ബ്ലാക്ക് കളർ ചെയ്തതിന് ശേഷം ഞാൻ ഉള്ളിലത്തെ ഡിസൈനാണ് ഫിൽ ചെയ്തത്. ലെമൺ യെല്ലോയും ബ്ലൂവും ഉപയോഗിച്ച് ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടാക്കി. ലെമൺ യെല്ലോ 4 ഡ്രോപ്സും ബ്ലൂ 1 ഡ്രോപ്സും അങ്ങനെ റേഷ്യോയിലാണ് ഈ കളർ ഉണ്ടാക്കിയത്. ഇതൊരു വലിയ പിക്ചറായ കാരണം ഞാൻ കുറച്ച് കൂടുതൽ കളർ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു വീതി കൂടിയ ബ്രഷ് ഉപയോഗിച്ച് ഈ ഡിസൈൻസിൻ്റെ ഉള്ളിൽ കളർ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 3 കോട്ടായിട്ടാണ് ഇവിടെ കളർ ചെയ്യുന്നത്. ഒരൊറ്റ കോട്ടിൽ തന്നെ കളർ നീറ്റായി വരില്ല. അപ്പോൾ 2 3 തവണയായിട്ട് ചെയ്യാം. ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റായി. ഈ കളർ ഉണങ്ങിയതിന് ശേഷം വീണ്ടും അതിന് മുകളിൽ ഒരു തവണ കൂടി ഞാൻ കളർ ചെയ്യുകയാണ്. എന്നിട്ടും നീറ്റായില്ലെങ്കിൽ വീണ്ടും ഒരു തവണ കൂടി ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഈ ഗ്രീൻ കളർ 3 തവണയായിട്ടാണ് ചെയ്തെടുത്തത്. ഗ്രീൻ കളറെല്ലാം ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കോട്ടിന് മുകളിൽ ഞാൻ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്ലാക്കും ഒരു 3 കോട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓരോ ലെയർ ചെയ്യുമ്പോഴും നമ്മൾ നീറ്റാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഫസ്റ്റ് ചെയ്ത ആ പാച്ചസും ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ കൊണ്ടുവരിക. ഇതിൽ ഞാൻ ബ്ലാക്കും ഗ്രീനും 3 കോട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ലെമൺ യെല്ലോ അക്രിലിക് കളർ ഉപയോഗിച്ച് ഗ്രീനിൻ്റെ ഉള്ളിൽ ചെറുതായി ഒന്ന് ഞാൻ ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നത് പോലെ ഷെയ്ഡ് ചെയ്യുക. എല്ലാ ഡിസൈൻ്റെ ഉള്ളിലും ഞാൻ യെല്ലോ ചെയ്തു. മുന്നേ ചെയ്ത പോലെ വൈറ്റ് ഉപയോഗിച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നെ ബോഡി പാർട്സിലും വൈറ്റ് ഉപയോഗിച്ച് ഒരു ഷെയ്ഡിങ്ങും ചെറിയ ലൈൻസും അരികു വശത്തും ലൈറ്റായിട്ട് വൈറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്.
മുൻപത്തെ ബട്ടർഫ്ലൈയിൽ ചെയ്ത ഷാഡോ ഞാൻ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.